ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡോണറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഇളം ചൂടുള്ള ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുക. 10 മിനിറ്റിൽ തന്നെ ഇത് ഫെർമെൻറ്റ് ആയി കിട്ടും. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളൊരു മീഡിയം സൈസ് മുട്ടയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമ്മളിതിനകത്ത് ബാക്കി പഞ്ചസാരയും കൂടി ആഡ് ചെയ്യണം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മീഡിയം മധുരമായിരിക്കും കേട്ടോ. പിന്നെ ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് ഇതിനകത്തോട്ട് നമ്മളൊരു 1.25 കപ്പ് മൈദയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഫസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മാവ് ആദ്യം കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. ഓവറായിട്ട് സ്റ്റിക്കി ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ ഒരു കൺസിസ്റ്റൻസി കിട്ടും. എന്തായാലും ആദ്യം തന്നെ നമുക്ക് ആ ഒരു കുഴയ്ക്കാനുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടില്ല കേട്ടോ. കുറേ നേരം നമ്മളിങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ഗ്രാജുവലി നമുക്ക് ആ ഒരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാൻ പരുവത്തിനുള്ളൊരു മാവായിട്ട് കിട്ടും. അപ്പോൾ അത്രയും നേരം നന്നായിട്ടൊന്ന് നീഡ് ചെയ്യുക. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് എണ്ണയൊന്ന് തൂത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 1.5 മണിക്കൂർ മതിയാകും കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലേ. അപ്പോൾ 1.5 മണിക്കൂർ വെച്ചതിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല ഡബിൾ സൈസ് ആയി കിട്ടും. അപ്പം ഈ ഒരു ഇത് ചൂടനുസരിച്ചിട്ട് മാറും കേട്ടോ. ചിലപ്പം ഒരു 3 മണിക്കൂർ എടുക്കും. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ 1 മണിക്കൂർ എടുക്കുള്ളൂ. അപ്പോൾ ഇത് കുറച്ചും കൂടെ നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മാവായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് കുറച്ചും കൂടെ ഒട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. നന്നായിട്ട് കുഴച്ച് വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നീഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലെക്സിബിൾ മാവായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എത്ര ഇതിനകത്തിട്ട് നിങ്ങൾ കുഴച്ചെടുക്കുന്നു അത്രയും നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് എടുത്ത് കിട്ടും. അപ്പോൾ ഇത് നമ്മളൊരു 6 പോർഷനായിട്ടാണ് കേട്ടോ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 6 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു അത്യാവശ്യം വലിയ ഡോണറ്റായിട്ട് തന്നെ കിട്ടും. പക്ഷേ ഞാൻ അത് ഒന്നും കൂടെ ഹാഫ് ആക്കുന്നുണ്ട്. അപ്പം ടോട്ടൽ ഒരു 12 പീസായിട്ടാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ചെറിയ ഉരുളകളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഡോണറ്റിൻ്റെ സൈസ് വേണം അതനുസരിച്ചിട്ട് വേണം ഇത് ഡിവൈഡ് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇതുപോലെ കയ്യിലെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ പീസും ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഡോണറ്റിൻ്റെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ അതും ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നോസിലിൻ്റെ അറ്റം വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ ഉഴുന്നുവട പോലെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തിയെടുത്താൽ മതി. ഇനി ഇത് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണം. 1/2 മണിക്കൂർ തന്നെ വേണമെന്നില്ല കേട്ടോ. ഒരു 15 മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് സൈസായിട്ട് കിട്ടും. ഇനി ഓരോന്നെടുത്തിട്ട് നമ്മളിത് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു മീഡിയം ചൂടുള്ള എണ്ണയിൽ വേണം കേട്ടോ ഇടാൻ. നല്ല ഫ്ലെയിം കൂടിപ്പോയാൽ നമ്മുടെ ഡോണറ്റ് പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ല മീഡിയം ചൂടുള്ള എണ്ണ ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എണ്ണയിലിടുമ്പം തന്നെ നല്ലൊരു ഷേപ്പിൽ ഇത് പൊങ്ങി വരും കണ്ടോ. നമ്മൾ അത്ര ഷേപ്പൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, എന്നാലും നല്ല റൗണ്ടായിട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവെത്തുമ്പോഴത്തേക്കും ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ഡോണറ്റ്സും നമുക്കിങ്ങനെ തന്നെ സെയിം രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഉണ്ടാക്കിയെടുക്കുന്ന സമയം മൊത്തം തീ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. തീ കൂടിപ്പോവാണെങ്കിൽ കുറച്ച് നേരം ഓഫ് ആക്കിയിട്ട് ഡോണറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഡോണറ്റ്സ് എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിൽ നമുക്കൊരു 11 ഈ സൈസിലുള്ള ഡോണറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു ഡോണറ്റ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തീ കൂട്ടി വയ്ക്കുമ്പോൾ അത് കരിഞ്ഞു പോകും. അപ്പോൾ എൻ്റെ ഒരു ഡോണറ്റ് ഇച്ചിരി ഒന്ന് കരിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മൾ ആ ഒരു ഹോൾ മരിയെ കിട്ടില്ലെങ്കിൽ ഇതുപോലൊരു ബണ്ണ് രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഡോണറ്റ്സ് ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പക്ഷെ നമുക്ക് ആ ഒരു ഡോണറ്റിൻ്റെ കറക്റ്റ് ആ ഒരു ആ ഒരു രൂപം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് അതൊന്നിട്ട് ഉരുക്കിയിട്ട് അതിനകത്തോട്ടൊന്ന് ഡിപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഡോണറ്റ്സ് ഇങ്ങനെ ചോക്ലേറ്റ് തന്നെ മുക്കണമെന്നൊന്നുമില്ല കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് ഹണി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പൊടിച്ച പഞ്ചസാര വേണമെങ്കിലും ഇടാം. നിങ്ങളുടെ ഇഷ്ടത്തിന് കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അല്ലാണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതിനകത്തൊരു മീഡിയം മധുരമാണ് ഇതിനകത്ത് വരുന്നത്. കുറച്ചും കൂടെ മധുരം വേണമെങ്കിൽ നമ്മുടെ ഷുഗർ കുറച്ച് കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡോണറ്റ് ഇതുപോലെ ചോക്ലേറ്റിൽ മുക്കി എടുത്തിട്ടുണ്ട്. നല്ല ഗ്ലേസിങ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ കുറച്ച് ഡോണറ്റ്സ് എല്ലാം ചെയ്തെടുക്കാം. ഇനി ഞാൻ ബാക്കി ഡോണറ്റ്സിൽ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റാണ് കേട്ടോ കോട്ട് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഒരു മിൽക്കി ബാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കുറച്ചൊന്ന് ഉരുക്കിയെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് കളർ ചേർക്കുകയാണ്. അപ്പോൾ ഈ കളറ് ഞാൻ ഇട്ടപ്പോഴത്തേക്കും ഫസ്റ്റ് അതിൻ്റെ കളറൊന്നും അത്ര കണ്ടില്ല കേട്ടോ. പിന്നെ അധികം കളർ ചേർക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം കളർ ഇതിനകത്തോട്ട് ചേർത്തിട്ടുമില്ല. ജസ്റ്റ് ഒരു പിങ്കിഷ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇതിട്ടത്. അപ്പോൾ ഇതിനകത്തോട്ട് ഇത് അത്ര
ചോക്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു തിക്ക് ലെയർ വേണം കേട്ടോ ഇതിനകത്ത് വരാൻ. അപ്പോൾ ഞാനൊരു 2 ഡോണറ്റ്സിനകത്ത് ഇങ്ങനത്തെ ഒരു വൈറ്റ് ചോക്ലേറ്റ് കോട്ടിംഗ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കളേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഡോണറ്റ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഡോണറ്റ്സിനകത്തെല്ലാം ഇതുപോലെ ചോക്ലേറ്റ് കോട്ടിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് അല്ലേ അതിനകത്ത് ഇട്ടത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഭംഗിക്ക് വേണ്ടി വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ഒന്ന് ഇതുപോലത്തെ രീതിയിലൊന്ന് വരച്ചു കൊടുത്താൽ ഇതല്ലേ ഒരു കറക്റ്റ് ആ ഒരു ഡോണറ്റിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. ഇത് ഇട്ടപ്പോഴത്തേക്കാണ് ഡോണറ്റിൻ്റെ ഒരു ഭംഗി കൂടിയത്. അപ്പോൾ നമ്മൾ ആ വൈറ്റിനകത്ത് ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്യുകയാണ്. എൻ്റെ കുറച്ച് പിസ്തയുടെ ആ ഒരു കളർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ട് ഇതുപോലെ ഒരു സെയിം ഡിസൈനാണ് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ കാണാൻ ആ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഡോണറ്റാണ് ഭംഗിയെങ്കിലും കഴിക്കാൻ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഡോണറ്റ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇതിനകത്ത് ആ ഒരു പിസ്തയുടെ എസൻസിലുള്ള കളറാണ് കേട്ടോ ആഡ് ചെയ്തത്. അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ആ ഒരു ഡെക്കറേറ്റ് ചെയ്ത് എനിക്ക് മുറിക്കാൻ തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അല്ലാത്തുള്ള ഞാൻ മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, കണ്ടില്ല, നല്ല ഫ്ലഫി ആയിട്ടുള്ള ഡോണറ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡോണറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. എന്തായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ചിപ്പി.